ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. കേരള PSCയുടെ ജനറൽ PSC ക്വസ്റ്റ്യനുകളിൽ പോലും സബ്ജക്റ്റ് ഇതര ക്വസ്റ്റ്യനിൽ പോലും ജനറൽ നോളജ് ക്വസ്റ്റ്യനായിട്ട് വരുന്നൊരു ബാങ്കിങ് സിലബസിലെ ഒരു ഏരിയയാണ് മുദ്രാ ബാങ്ക്. ഈ ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ PSCക്കും ബാങ്ക് കോച്ചിങ് പോലുള്ള മത്സര പരീക്ഷകൾക്കും ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഓൺ 8th April 2015. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ 8th April 2015 ഇത് ലോഞ്ച് ചെയ്യുന്നതും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും. ഈ ക്വസ്റ്റ്യൻ കേരള PSC മുൻപ് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. 8th April 2015. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് മുദ്രാ ബാങ്കിൻ്റെ പ്രധാന സർവീസുകൾ മൈക്രോ ഫിനാൻസ് ആൻഡ് റീഫിനാൻസ്. മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്നതാണ്. അതിനെ സൂചിപ്പിക്കുന്ന ടേമാണ് മൈക്രോ ഫിനാൻസ്. റീഫിനാൻസ് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്കുകൾക്ക് സഹായം നൽകുക, അതായത് ബാങ്കിനെ സഹായിക്കുന്ന ടേമാണ് റീഫിനാൻസ്. മൈക്രോ ഫിനാൻസ് ആൻഡ് റീഫിനാൻസ് എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ സർവീസ്. ആ ഏരിയക്ക് വേണ്ടി മാത്രമുള്ള ബാങ്കാണ് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക് ലോണ് കൊടുക്കുന്ന ഏരിയ ഏതൊക്കെ ചോദിച്ചാൽ സ്മാൾ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഷോപ്പ് കീപ്പേഴ്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വെൻഡേഴ്സ്, ആർട്ടിസാൻസ്, ഇത്തരം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കാണ് മുദ്രാ ബാങ്ക്. അതിനുള്ളൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ ഭാഗമായിട്ടാണ് മുദ്രാ ബാങ്ക് ഇന്ത്യയിൽ 2015 ആരംഭിക്കുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് 2015 ഫെബ്രുവരി നടന്ന യൂണിയൻ ബജറ്റിലാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതും. തൊട്ടടുത്ത മാസം തന്നെ ഏപ്രിൽ 8 കൂടി ഇത് സ്ഥാപിതമാവുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചതും കൂടിയാണ്. മുദ്രാ ബാങ്കിൻ്റെ എന്താണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ MUDRA എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് മുദ്ര. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. മാറിപ്പോയത്, കൺഫ്യൂഷൻ ഉണ്ടാകാം. മുൻവർഷങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മുദ്രയുടെ ഫുൾ ഫോം. ആദ്യമേ പറഞ്ഞു, ദ പർപ്പസ് ഓഫ് മുദ്ര ഈസ് ടു പ്രൊവൈഡ് ഫണ്ടിങ് ടു ദി നോൺ കോർപ്പറേറ്റ് സ്മാൾ ബിസിനസ് സെക്ടർ. കോർപ്പറേറ്റുകൾക്കോ വമ്പൻ സ്ഥാപനങ്ങൾക്കോ വേണ്ടിയുള്ള ബാങ്കല്ല, നോൺ കോർപ്പറേറ്റ് സ്മാൾ ബിസിനസ്, പ്രത്യേകിച്ചും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക്, ബിസിനസ് യൂണിറ്റുകൾക്ക്, മൈക്രോ യൂണിറ്റുകൾക്ക് സഹായം നൽകലാണ് മുദ്രാ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്, മുൻവർഷങ്ങൾ ചോദിച്ചതാണ്. 3 കാറ്റഗറിയാണ് മുദ്രാ ബാങ്ക് ലോണുകൾക്കുള്ളത്. മുദ്രാ ബാങ്ക് കൊടുക്കുന്ന ലോണിനെ 3 കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറീസ്. അതിലൊന്ന് ശിശു, കിഷോർ, തരുൺ. 3 ഹിന്ദി പേരുകളാണ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ശിശു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ അപ് ടു 50,000 വരെയുള്ള ലോണുകൾ ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറിയെ പറയുന്ന പേരാണ് ശിശു. രണ്ടാമത്തെ കാറ്റഗറിയായ കിഷോർ, ലോൺ ഫ്രം 5,000 to 5 lakh. ഈ ഫിഗറിനിടയിൽ വരുന്ന ലോണിൻ്റെ കാറ്റഗറിയാണ് കിഷോർ, 5,000 to 5 lakh. തേർഡ് കാറ്റഗറി തരുൺ, 5 lakh മുതൽ 10 lakh വരെയുള്ള ലോണുകളുടെ കാറ്റഗറി ആണ് തരുൺ. വീണ്ടും പറയാം, ശിശു, കിഷോർ, തരുൺ. ഇവിടെ ഓർക്കേണ്ടത് 3 കാറ്റഗറിയും ആ 3 കാറ്റഗറിൻ്റെ കട്ട് ഓഫ് ആണ്. അപ് ടു 5,000, 5,000 to 5 lakh, 5 lakh to 10 lakh, അപ് ടു 10 lakh. ഈ 3 കാറ്റഗറി ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇതിൽ മുദ്രാ ബാങ്കിൻ്റെ സേവനം ഏതാണ്, എങ്കിൽ തരുണിൻ്റെ കട്ട് ഓഫ്, അതിൻ്റെ കാറ്റഗറി, അത് ഏത് എമൗണ്ട് മുതൽ ഏത് എമൗണ്ട് വരെയുള്ളതാണ്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്.
മറ്റൊരു ഓർക്കേണ്ട വേറൊരു കാര്യം മുദ്ര ബാങ്കിൻ്റെ സ്ലോഗനാണ്. ഫണ്ട് ദി അൺഫണ്ടഡ് എന്നതാണ് മുദ്ര ബാങ്കിൻ്റെ സ്ലോഗൻ. അതായത് വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്നതാണ് മുദ്ര ബാങ്ക് മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. ഫണ്ട് ദി അൺഫണ്ടഡ്, അതും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 3 കാര്യമാണ് പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. 2015 യൂണിയൻ ബജറ്റിൽ ആണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതും അതേ വർഷം ഏപ്രിൽ 8 കൂടി മുദ്ര ബാങ്ക് സ്ഥാപിതമാവുന്നു. ലോഞ്ച് ചെയ്യുന്നത് ഇന്നത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ്. പിന്നെ 3 ലോൺ കാറ്റഗറിയാണ് ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ്. വേറെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് സ്ലോഗനാണ് ഫണ്ട് ഫോർ ദി അൺഫണ്ടഡ് എന്ന വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന ആ സ്ലോഗനാണ് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം.